നിയമപരമായി പാമ്പിനെ കൊല്ലുന്നതോ ഉപദ്രവിക്കുന്നതോ പരിക്കേൽപ്പിക്കുന്നതോ പിടികൂടുന്നതോ കൈവശം വയ്ക്കുന്നതോ ഒക്കെ തെറ്റാണ്. കാരണം പാമ്പുകളെല്ലാം വന്യജീവികളാണ്. പാമ്പ് പരിസരവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് 4 രീതിയിലാണ്. ഒന്നാമതായി കാഴ്ച. എല്ലാ പാമ്പുകൾക്കും ഒരേ രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ള കാഴ്ച ഉണ്ടാവില്ല. മൂർഖൻ പാമ്പിനെ പോലുള്ള പാമ്പുകൾക്കൊക്കെ ചുറ്റുമുള്ള വസ്തുക്കളുടെ ചലനം അനുസരിച്ചാണ് കാഴ്ച സാധ്യമാവുകയുള്ളൂ. എന്നാൽ രാജവെമ്പാലയ്ക്കൊക്കെ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള കാഴ്ചയാണുള്ളത്. രണ്ടാമതായി നിലത്ത് നിന്നുള്ള വൈബ്രേഷൻസ് ആണ്. നിലത്ത് നിന്നുള്ള ചെറിയ പ്രകമ്പനങ്ങൾ അവ അബ്സോർബ് ചെയ്യുകയും അതിലൂടെ പരിസരത്തുള്ള ജീവികളുടെ സാന്നിധ്യം മനസ്സിലാക്കുകയും ചെയ്യും. മൂന്നാമതായി പാമ്പ് ഇടയ്ക്കിടയ്ക്ക് നാവ് പുറത്തിടുന്നതാണ്. പാമ്പുകൾക്ക് 2ആയി പിരിഞ്ഞ നാവാണുള്ളത്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നാവ് പുറത്തിടുന്നതിലൂടെ പരിസരത്തുള്ള വസ്തുക്കളിൽ നിന്നുള്ള തന്മാത്രകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഫ്ലിക്ക് ചെയ്ത് എടുക്കാനും അതിൻ്റെ തലച്ചോറിനോട് ചേർന്ന് ഒരു ജേക്കബ്സൺസ് എന്ന ഒരു ഓർഗൻ ഉണ്ട്. ആ ഓർഗനിലേക്ക് ആ സിഗ്നൽ കൊടുത്തിട്ട് അതിലൂടെ പരിസരത്ത് എന്തൊക്കെയുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യും. അടുത്തതായി അണലിവർഗത്തിൽപ്പെട്ട പാമ്പുകൾക്കും മലമ്പാമ്പ് പോലുള്ള പാമ്പുകൾക്കുമെല്ലാം തെർമൽ വേരിയേഷൻസ് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. ഇത്തരം 4 രീതിയിലാണ് പാമ്പുകൾ പരിസരവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അടുത്തതായി ചേരയെ പാമ്പ് വർഗത്തിൽപ്പെടുത്താമോ എന്നാണ് പറയാൻ പോകുന്നത്. ചേരയെ നമ്മുടെ വീട്ടിലെ അതിഥി എന്നൊക്കെ പറയാം. എല്ലാ വീടുകളിലും വരാറുണ്ടിവ. ചേര നമ്മുടെ പരിസരത്തെല്ലാം വേണമെന്നുള്ള ഒരു തിരിച്ചറിവ് പണ്ടു മുതലേ ഉണ്ടായിരുന്നു. ഇവ നമ്മുടെ പരിസരത്തുണ്ടാകുന്നതിൻ്റെ ഗുണങ്ങൾ എന്തെന്ന് വെച്ചാൽ 1. എലിശല്യം പരമാവധി കുറഞ്ഞു കിട്ടും. 2. ചേരയുള്ള സ്ഥലത്തേക്ക് കുഞ്ഞു വിഷപ്പാമ്പുകൾ എത്തിപ്പെടുകയാണെങ്കിൽ ചേര ഇതിനെ പിടിച്ചു ഭക്ഷിക്കും. പരിസരത്ത് ചേരയുള്ളത് പരിസരവാസികൾക്ക് എപ്പോഴും ഒരു സംരക്ഷണമാണ്. അടുത്തതായി വീടിനകത്തേക്ക് പാമ്പുകൾ കയറാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് പറയാൻ പോകുന്നത്. ഒന്നാമതായി നിർമ്മാണപരമായി ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതായത് വീടിൻ്റെ മുൻവാതിലിനും പിൻവാതിലിനും അടിയിൽ പടി ഉണ്ടാവുക, അല്ലെങ്കിൽ വാതിലിൻ്റെ അടിയിൽ ഗ്യാപ്പ് ഉണ്ടാവാതിരിക്കുക എന്നതാണ്. 2. ജനാലകളിലൂടെ പാമ്പുകൾ വരുന്നത് ശ്രദ്ധിക്കുക. 3. മിക്ക വീടുകളിലും ഈ എയർ ഹോളിലൂടെയായിരിക്കും സർവീസ് വയർ, ഇന്റർനെറ്റ് കേബിൾ മുതലായവ കടന്നു വരുന്നത്. ഇതിലൂടെ കയറി വരാൻ പറ്റുന്ന ചില പാമ്പുകൾക്ക് വീടിനകത്തേക്ക് എത്തിപ്പെടാൻ സാധിക്കും. 4. വീടിനോട് ചേർന്ന് മരങ്ങളുടെ ചില്ലകൾ ചാഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ മുറിച്ചു മാറ്റുക. 5. ഫാഷൻ ഫ്രൂട്ട് പോലുള്ള വള്ളിച്ചെടികൾ ഭംഗിക്ക് വേണ്ടി വീട്ടിലേക്ക് പടർത്തിയിടുന്നുണ്ടെങ്കിൽ അതിലൂടെ പാമ്പ് കയറാൻ ചാൻസ് കൂടുതലാണ്. അടുത്തത് ഭക്ഷണാവശിഷ്ടങ്ങൾ വലിച്ചെറിയാതിരിക്കുക. അങ്ങനെ വലിച്ചെറിയുന്നുണ്ടെങ്കിൽ അവ ഭക്ഷിക്കാൻ എലികൾ വരികയും അവയുടെ പിറകെ പാമ്പുകൾ വരികയും ചെയ്യും. അടുത്തതായി ഹെൽമെറ്റ്, ഷൂ മുതലായവ എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. അടുത്തതായി നായ, പൂച്ച മുതലായവയെ വളർത്തുന്നവരാണെങ്കിൽ അവ പാമ്പിൻ കുഞ്ഞുങ്ങളെ പിടിച്ച് ബെഡ്റൂമിനകത്തും വീടിനകത്തേക്കും കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക. അടുത്തത് ചപ്പുചവറുകൾ എല്ലാം വൃത്തിയാക്കിയിടുക. പാമ്പിനെ നമ്മൾ അറിയാതെ ചവിട്ടുകയോ വേദനിപ്പിക്കുകയോ എല്ലാം ചെയ്യുമ്പോൾ പ്രതിരോധത്തിനു വേണ്ടി, അല്ലെങ്കിൽ അവയ്ക്ക് വേദനിച്ചിട്ടാണ് അവ നമ്മെ കടിക്കുന്നത്. പാമ്പ് കടിയെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് എയ്ഡ് ഇല്ല. സത്യത്തിൽ എത്രയും പെട്ടെന്ന് ചികിത്സ അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ എത്തുക. എല്ലാ ഹോസ്പിറ്റലിലും പാമ്പ് കടിക്കുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് ആൻറ്റി സ്നേക്ക് വെനം അവൈലബിൾ ആയ ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് എത്തിക്കുക. അരമണിക്കൂർ വൈകി കഴിഞ്ഞാൽ പോലും ഒരുപക്ഷെ മരണം സംഭവിച്ചേക്കാം. അങ്ങനെ ഒരുപാട് മരണം സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തുക. പിന്നെ ഒഴിവാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് പാമ്പ് കടിച്ച മുറിവ് മുറുക്കി കെട്ടുക എന്നുള്ളതാണ്. വളരെയധികം അപകടമാണത്. ചിലപ്പോൾ ആ ഭാഗം ഡാമേജായി മുറിച്ചു മാറ്റേണ്ടി വരിക വരെ വന്നേക്കാം. ആ മുറിവ് സോപ്പിട്ട് കഴുകാൻ പോലും പാടില്ല. പാമ്പിൻ വിഷം ഒരിക്കലും അങ്ങനെ കഴുകി കളയാൻ പറ്റുന്നതല്ല. കത്തി, ബ്ലേഡ് ഉപയോഗിച്ച് മുറിച്ച് ആ ഭാഗത്തെ രക്തം ഒഴുക്കി കളയുക എന്നൊക്കെ പറയുന്നത് തെറ്റിദ്ധാരണയാണ്. അങ്ങനെ ചെയ്യുന്നതിലൂടെ രക്തം ലോസായി ഡാമേജ് ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. പാമ്പ് കടിയെ ചികിത്സിക്കാൻ ആൻറ്റിവെനം ട്രീറ്റ്മെൻറ്റാണ് എഫക്റ്റീവായി ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. ആ സംവിധാനമുള്ള സ്ഥലത്തേക്ക് എത്രയും പെട്ടെന്ന് പോവുക എന്നതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഒറ്റമൂലികൾ ആരും പരീക്ഷിച്ച് സമയം കളയരുത്.